സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില കിട്ടാനായി കർഷകരുടെ കാത്തിരിപ്പ്. കോട്ടയം ജില്ലയിൽ മാത്രം 95 കോടിയോളം രൂപയാണ് കർഷകർക്ക് ലഭിക്കാനുള്ളത്. പുതിയ സർക്കാർ അധികാരമേറ്റാൽ വൈകാതെ പണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. പുഞ്ചകൃഷിയിലെ നെല്ലിന്റെ വില കിട്ടാനായി കാത്തിരിപ്പിലാണ് കുട്ടനാടൻ, അപ്പർ കുട്ടനാടൻ കർഷകർ. ഏപ്രിൽ പകുതിയോടെ നെല്ല് സംഭരണം പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ നെല്ലിന്റെ വില നൽകുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമുണ്ടായിട്ടില്ല. കോട്ടയം ജില്ലയിൽ മാത്രം 95 കോടിയോളം രൂപ നെല്ലുവിലയായി കർഷകർക്ക് നൽകാനുണ്ട്. ജില്ലയിൽ ആകെ 16,253 കർഷകരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. പുഞ്ചകൃഷിയിൽ 359 പാടശേഖരങ്ങളിൽ നിന്നായി 36,487 മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. പുതിയ സർക്കാർ അധികാരത്തിലെത്തിയാൽ ഉടൻ നെല്ലിന്റെ വില കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വലിയ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ നമ്മളോട് അവരുടെ പ്രകടന പത്രികയിൽ തന്നെ റിവോൾവിംഗ് ഫണ്ട് ഏർപ്പെടുത്തുമെന്നും കർഷകൻ്റെ നെൽവില കൂട്ടുമെന്നും ഒക്കെ പറഞ്ഞ് 35 രൂപയാക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രകടന പത്രികയിലുണ്ട്. ഉറപ്പായിട്ടും അത് നടപ്പിലാക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. അപ്പോൾ ഇനി മുഖ്യമന്ത്രി അധികാരത്തിലേറ്റാൽ ഉടൻ തന്നെ നെൽവില നൽകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. മാർച്ച് 25 വരെയുള്ള ബില്ലുകൾ കൊടുത്തു തീർത്തതായാണ് സപ്ലൈകോ അധികൃതർ പറയുന്നത്. 77.37 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. കാനറ, SBI ബാങ്കുകളാണ് നെല്ലുവില വായ്പയായി കർഷകർക്ക് കൊടുത്തു വന്നിരുന്നത്. അതേസമയം കാനറ ബാങ്കുമായുള്ള കരാർ ഏപ്രിൽ 30 അവസാനിച്ചു. ഇത് പുതുക്കിയിട്ടില്ല. കുടിശ്ശിക പൂർണ്ണമായും ലഭിച്ചാലേ ബാങ്കുകൾ കരാർ പുതുക്കി PRS സ്വീകരിക്കൂ. SBI കൈപ്പറ്റ് രസീത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും കർഷകർക്ക് പണം നൽകുന്നില്ല. ലക്ഷങ്ങൾ വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ വലിയ തുക പലിശ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. അമൃത ന്യൂസ്, കോട്ടയം.